നിങ്ങളറിഞ്ഞില്ലേ, കണ്ണൂർ കൂത്തുപറമ്പിലുള്ള അലൈൻ തിലക് കരാട്ടെ സ്കൂൾ ഇൻ്റർനാഷണലിൻ്റെ 3ാമത്തെ ബ്രാഞ്ചും ചിറ്റാരിപ്പറമ്പ് പൂത്തിൻ കീഴിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ സ്കൂളിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതുപോലെ ഒരുപാട് സ്കൂൾ, അലൈൻ തിലകിൻ്റെ ഒരുപാട് സ്കൂൾ ജില്ലയിലും ജില്ലയ്ക്ക് പുറത്തും ഒക്കെ ആയി വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. വൻ ഘോഷയാത്രയായിരുന്നു ചിറ്റാരിപ്പറമ്പിൽ നിന്നും പൂത്തിൻ കീഴിലേക്ക്. അപ്പോൾ നമുക്ക് ആ ഒരു കാഴ്ചയൊക്കെ കാണാം, അതിസുന്ദരമായ കാഴ്ചയൊക്കെ കണ്ടുവരാം അല്ലേ.
നിങ്ങളെവിടെയാ? അലൻതില കരാട്ടെ സ്കൂളിന്റെ ഒരു ബ്രാഞ്ച് ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ പൂവത്തൻകീഴിൽ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. അതിന്റെ ഭാഗമായിട്ട് കുട്ടികളുടെ ഒരു റാലി ചിറ്റാരിപ്പറമ്പിൽ നിന്നും പൂവത്തൻകീഴിൽ വരെ നടന്നു കഴിഞ്ഞു. അതിമനോഹരമായിട്ട് ആ ഒരു ഫംഗ്ഷൻ ഭംഗിയായി തന്നെ ചെയ്തു തന്നിട്ടുണ്ട്. അതിന് ആദ്യമായിട്ട് എന്റെ സ്റ്റുഡൻസ്, അതേപോലെ തന്നെ നല്ലവരായ നാട്ടുകാർ, അവരോട് ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്നും അലൻതില കരാട്ടെ സ്കൂളിന്റെ വകയിൽ ഞാൻ നന്ദി പറയുകയാണ്. ഇന്നത്തെ ഈ ഒരു ചടങ്ങിൽ കരാട്ടെ, ഡാൻസ്, സൂംബ, യോഗ ഇതിന്റെ 4ന്റെയും ഉദ്ഘാടനമാണ് ഇവിടെ വെച്ച് നടക്കുന്നത്. കൂടാതെ ജിമ്മി ജോർജ് ഇന്റർ സ്റ്റേഡിയം തിരുവനന്തപുരത്ത് വെച്ച് നടന്ന 45ാമത് സ്റ്റേറ്റ് കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ കുട്ടികളെ അനുമോദിക്കലാണ്. മാസ്റ്റർ ബോഡി ബിൽഡിംഗിൽ മെഡൽ നേടിയ അവരെ അനുമോദിക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ സ്വാഗതം അധ്യക്ഷ സ്ഥാനത്ത് രഞ്ജിത്ത് എൻ, അലൻതില കരാട്ടെ സ്കൂളിന്റെ പ്രസിഡന്റ് ആണ്. രഞ്ജിത്തിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഒരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ചൊല്ലാൻ ദേവിക ക്ഷണിച്ചുകൊള്ളുകയാണ്. നമ്മുടെ മരിച്ചുപോയ നമ്മുടെ എല്ലാ കരാട്ടെ അധ്യാപകർ, അതേപോലെ തന്നെ 1-2 സ്റ്റുഡൻസ്, പിന്നെ നമ്മുടെ ദായിസെൻസായി ചടങ്ങുള്ളത് കൊണ്ട് അപ്പം 75ാമത് ജന്മദിന ആശംസകളും കൂടി അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന രഞ്ജിത്ത് അലൻതില കരാട്ടെ സ്കൂളിന്റെ പ്രസിഡന്റ് ആയിട്ട് ഉള്ള സ്ഥാനമാണ്. അപ്പം രഞ്ജിത്തിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മുടെ ഉമേഷ് ദേവി, ഇൻസ്പെക്ടർ ഓഫ് പോലീസ് കടവ സ്റ്റേഷൻ, നമ്മുടെ നാട്ടുകാരൻ കൂടിയാണ്. നമ്മൾ സ്റ്റേഷനിൽ ക്ഷണിക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനത്തെ സ്പോർട്സിന്റെ കാര്യത്തിലായാലും ഞാൻ തീർച്ചയായും വരും. അപ്പൊ അവരുടെ എല്ലാ തിരക്കും മാറ്റിവെച്ച് ഈ ചടങ്ങിൽ ഇവിടെ എത്തിച്ചേർന്നത്. അപ്പം എന്റെ അലൻതില കരാട്ടെ സ്കൂളിന്റെയും കണ്ണൂർ സ്പോർട്സ് കരാട്ടെ അസോസിയേഷന്റെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സർ. Thank you, sir. Party committee vice president ആണ്. Thank you, sir. ഞാനും ഷാഫിയും കൂടിയിട്ടാണ് ഈ അലൻതിലയുടെ ബ്രാഞ്ച് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പം എല്ലാവരും നല്ല സപ്പോർട്ടാണ്. നമുക്ക് ഇവിടെ ഓൾറെഡി ചിറ്റാരിപ്പറം ക്ലാസ് ഉണ്ട്. അപ്പൊ എന്റെ ഓക്കെ, അവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കോഴിക്കോട് കരാട്ടെ അസോസിയേഷന്റെ ജില്ലാ പ്രസിഡന്റ് സെൻസർ രതീഷ് നമ്മുടെ ഈ ചടങ്ങിൽ ഇവിടെ എത്തിച്ചേർന്നു. അവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സെൻസർ രതീഷ്, എല്ലാവരും ബ്രേക്ക് കൊടുക്കുക. കരാട്ടയിൽ നമ്മളൊക്കെ ഗുരുനാഥന്റെ ശിഷ്യനാണ്. അപ്പം അവരെ ഞാൻ ഈ വേദിയിലേക്ക് ഇത്രയും സ്വാഗതം ചെയ്യുന്നു. സുമേഷ് സാർ അവர்கள், അതുപോലെ തന്നെ വിശിഷ്ട വ്യക്തിയായി കൂടി എത്തിയിട്ടുള്ള ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ആദരണീയനായ പ്രസിഡന്റ് തിരുവനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ 8ാം വാർഡ് മെമ്പർ ശ്രീധരൻ കെ ഇതിനകം വാർത്തെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. സ്കൂൾ ഗെയിംസ് ആയാലും, അതുപോലെ തന്നെ ഫെഡറേഷന്റെ ഗെയിംസ് ആയാലും, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഗെയിംസിലായാലും നിരവധി ചാമ്പ്യന്മാരെ വാർത്തെടുത്ത ഒരു സ്ഥാപനമാണ് അലൻതില കരാട്ടെ സ്കൂൾ കൂത്തുപറമ്പ് തതിരൂർ. ഗ്രേസ് മാർക്കർ അടക്കമുള്ള സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കുകയും ഒരു.
ചടങ്ങിന് സ്വാഗതം പറഞ്ഞ സുമേഷ് ചടയത്ത്, ചീഫ് വിസിറ്റർ, അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചിരിക്കുന്നു. നമ്മൾ ഈ ചടങ്ങിന്റെ ഇന്നത്തെ വിശിഷ്ട അതിഥികളായിട്ട് ബന്ധപ്പെടുന്ന ബഹുമാനപ്പെട്ട ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പാലേട്ടൻ, അസാന്നിധ്യത്തിൽ ഷെനി ചുവ, ഷെനിത്ത് പാട്യം ലഭിക്കുന്നു. അതുപോലെ ഈ ചടങ്ങിന് ആശംസ സംസാരിക്കുന്ന ബഹുമാനപ്പെട്ട ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡ് മെമ്പർ ശ്രീധരൻ, മിസ്റ്റർ ഫാജി ബിജു, വിജയനൻ, അശോകൻ ചമ്പാടൻ, ചടങ്ങിന് നന്ദി പറയുന്ന മുഹമ്മദ് റാഫി. ഇന്നത്തെ ഈ ചടങ്ങിൽ ഇവിടെ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന ഈ സ്കൂളിന്റെ കരാട്ട സ്കൂളിന്റെ മറ്റു ഇൻസ്ട്രക്ടേഴ്സ്, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, പ്രിയ സുഹൃത്തുക്കളെ, മാധ്യമപ്രവർത്തകർ, അലൻ തിലക് കരാട്ടെ സ്കൂൾ 3ാമത്തെ സംരംഭമാണ് ചിറ്റാരിപ്പറമ്പിൽ ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനു മുന്നേ കൂത്തുപറമ്പിലും അതുപോലെ കതിരൂരിലും ഇതിന്റെ ബ്രാഞ്ചുണ്ട്. കരാട്ടെ ഒരു സ്പോർട്സ് എന്നതിനപ്പുറം ഇന്ന് എല്ലാവരുടെയും വളരെ പ്രചാരണം ഉള്ള ഒരു കായിക വിനോദമാണ്. നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാന കലോത്സവത്തിലടക്കം ഒരു ഐറ്റമായിട്ട് തന്നെ ഗവൺമെന്റ് ഇത് പരിഗണിച്ച് പല സ്ഥലങ്ങളിലും കരാട്ടെ സ്കൂളുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കരാട്ടെ പോലെയുള്ള ഒരു കായിക വിനോദം നമ്മുടെ മുമ്പിലൊക്കെ കരാട്ടെ പഠിച്ച് വലിയ അഭ്യാസമായി കഴിഞ്ഞാൽ കുറെ ആളെ അടിക്കാം, ഇടിക്കാം എന്നൊക്കെയുള്ള ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഒരു കരാട്ട അഭ്യാസിയാവണമെന്ന് ആഗ്രഹമുള്ള എല്ലാവരും ഉണ്ടാവും. പക്ഷെ കരാട്ട അഭ്യസിച്ചു കഴിഞ്ഞാൽ അഭ്യസിച്ചതിൽ നിന്ന് കിട്ടുന്ന ഒരു പാർട്ടിയിൽ നിന്ന് കിട്ടുന്ന നമുക്ക് അറിവ് പ്രകാരം വലിയ ഒരു കോൺഫിഡൻസ് ലെവൽ അത്തരക്കാരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു വലിയൊരു വസ്തുതയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, ലോകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സിക്നസ് ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് അസുഖമായി ഏറ്റവും കൂടുതൽ വരുമാനം നമ്മുടെ ശരീരം നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു വിഭാഗമാണ് സിക്നസ് വ്യവസായം, ആശുപത്രി, മരുന്ന്, ചികിത്സ, അതൊക്കെ. ഇതുപോലെയുള്ള കരാട്ടെ ആയിക്കോട്ടെ, പല സ്ഥലങ്ങളിൽ ഇപ്പോൾ ജിമ്മുണ്ടല്ലോ, കളരിപ്പയറ്റ്, അതുപോലെ മറ്റു സ്പോർട്സ് ഇനങ്ങൾ, ക്രിക്കറ്റ്, ഫുട്ബോൾ, ഷട്ടിൽ, അതുപോലെ ടെന്നീസ്, ഇതുപോലെ എല്ലാ കായിക വിനോദങ്ങളും ഒരുപക്ഷെ നമുക്ക് ഒരു വെൽനസ് റവല്യൂഷനിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. നമ്മളിപ്പോ അസുഖം വന്ന് ചികിത്സിച്ച് അസുഖത്തിന് വേണ്ടി കാശ് കളയുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് രണ്ട് കാര്യമാണ് നമുക്ക് നഷ്ടം. കാശ് നഷ്ടപ്പെടും, അതോടെ നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടും. അസുഖം വരാതെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ചിന്തിക്കുന്ന ഒരു ലോകത്താണ് നമ്മളിപ്പോൾ എല്ലാവരും. ഇന്ന് എല്ലാ ലോകരാജ്യങ്ങളും വെൽനസ് റവല്യൂഷൻ എന്നൊരു കൺസെപ്റ്റിലേക്ക് വരുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ അസുഖം വരാതെ നമ്മുടെ ശരീരത്തെ, നമ്മുടെ മനസ്സിനെ സംരക്ഷിക്കുന്ന സാഹചര്യം. അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഞാൻ ഈ പറയുന്ന ഈ വിനോദം, കായിക വിനോദം എന്ന രീതിയിലുള്ള മാർഷൽ ആർട്സ് എന്ന രീതിയിലുള്ള കരാട്ടെ ആയിക്കോട്ടെ, ജൂഡോ, കളരി ഫൈറ്റ്, മറ്റു ആയോധന കലകൾ. അപ്പൊ തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, കുട്ടികളുടെ ഇടയിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ അവർ ഏതെങ്കിലും ഒരു മേഖലയിൽ തിരിച്ചുവിട്ട് കഴിഞ്ഞാൽ അത് അവരുടെ ജീവിതത്തിൽ ഒരു ദിനചര്യയായിട്ട് മാറുമ്പോൾ ഒരുപാട് ദുഷ്പ്രവണതകൾ അവരെ മാറ്റാൻ. അത് കളി ആയിക്കോട്ടെ, ഫുട്ബോൾ കളി ആയിക്കോട്ടെ, ഇതുപോലെ കരാട്ടയുള്ള പ്രാക്ടീസ് ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു മേഖലയിൽ നിരന്തരമായി നമ്മുടെ ജീവിതത്തിലെ ഒരു ഭാഗം അച്ചടക്കത്തോടെ, ചിട്ടയോടെ നമ്മൾ തുടർന്ന് പരിശീലിച്ചു വരുമ്പോൾ അത് ചെറുപ്പം മുതൽ തുടർന്ന ശീലം വളർന്ന് നമ്മൾ വാർദ്ധക്യ രചനകളെ കാശ് സൂക്ഷിച്ച് നല്ല മനസ്സ് നമുക്കുണ്ടാവും, നല്ല ആരോഗ്യം ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അസുഖത്തിന് നമ്മൾ ഡോക്ടറെ കണ്ട് ചികിത്സിച്ച് പൈസ കളയുന്ന ഒരു സാഹചര്യം ഇല്ലാതിരിക്കും. നല്ല മനസ്സും അതിനൊപ്പം നല്ല കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയായിട്ട് മാറാൻ. ഏതെങ്കിലും അധികം ആൾക്കാർക്ക് അതാണ്, നല്ല ഒരു ചിട്ടയായ ഒരു പരിശീലനമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ മൈൻഡിൽ, അവരുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന, അവരുടെ ചിന്തയിൽ ഉണ്ടാവുന്ന, അവരുടെ പ്രവർത്തനത്തിൽ ഉണ്ടാവുന്ന പ്രോസസ്സിംഗ് അത് വലിയൊരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടാക്കാം. ഇപ്പൊ കരാട്ടെ പഠിച്ചു, അപ്പൊ നമ്മൾ ഈ സമയത്തും നമുക്ക് സ്വന്തമായിട്ട് ഒരു ധൈര്യം, അതാണ് ഞാൻ പറഞ്ഞ കോൺഫിഡൻസ്, സ്വന്തമായിട്ട് ഒരു ധൈര്യം ഡെവലപ്പ് ചെയ്യാൻ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു
ഐറ്റം നമ്മൾ പരിശീലിക്കുന്നത് വളരെ നല്ലതാണ്. അതിൽ കരാട്ടെ ഒരുപാട് ഗുണം ചെയ്യും. ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഠിക്കുന്ന സമയത്താണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായിരുന്നു. ഞാനിതുപോലെ ഒരു 2 വർഷത്തോളം കരാട്ടെ പരിശീലിച്ചിരുന്നു. എന്നാലും ഒരു ബ്ലാക്ക് ബെൽറ്റ് വരെ എത്താൻ എനിക്ക് സാധിച്ചിട്ടില്ല. ബ്രൗൺ ബെൽറ്റ് വരെ എത്തി. പിന്നീട് അത് കണ്ടിന്യൂ പഠിക്കും. എന്നാലും ഇപ്പോഴും ഞാൻ രാവിലേക്ക് വ്യായാമം ചെയ്യുമ്പോൾ അതിന്റെ ചില കട്ടാസും അതുപോലെയുള്ള മറ്റു കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ പരിശീലിക്കാറ്. അപ്പൊ നമുക്ക് അന്ന് കിട്ടുന്ന ആ ഒരു കോൺഫിഡൻസ് ലെവൽ വലിയ കാര്യം തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ, നമ്മുടെ നാട്ടുപ്രദേശത്തുള്ള കുട്ടികൾ ഇതുപോലുള്ള രക്ഷിതാക്കൾ പ്രത്യേകം പറയുന്നതാണ്, നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് കുട്ടികൾ വൈദ്യുതി പോകുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അവർ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് അവരെ ശ്രദ്ധ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുണ്ടാകുന്ന മാനസിക ആയിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള ഉല്ലാസം അത് അവർ തീർച്ചയായിട്ടും അവരുടെ ഭാവി ജീവിതത്തിൽ അവർ നല്ല രീതിയിൽ തന്നെ വളർന്നു വരുമ്പം ആരോഗ്യപരമായിട്ടും അവരുടെ പ്രത്യേകിച്ച് പെൺകുട്ടികൾ, ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് ഏറ്റവും സമൂഹത്തിൽ വേണ്ടത് അവരുടെ നല്ല രീതിയിലുള്ള കോൺഫിഡൻസ് ലെവല് വളർത്തെടുക്കുക എന്നുള്ളതാണ്. പല സ്ഥലങ്ങളിലും നമ്മൾ ഒറ്റപ്പെട്ട് പോകുമ്പോൾ നമുക്ക് ധൈര്യസമേതം ആ ഒരു പ്രവർത്തനത്തിൽ ഇടപെടാൻ നമ്മുടെ ചങ്കുറപ്പ് ഉണ്ടാകാൻ ഇത്തരത്തിലുള്ള തീർച്ചയായിട്ടും കൈവന്ന കലകൾക്ക് തീർച്ചയായിട്ടും സാധിക്കും. തീർച്ചയായിട്ടും ചിറ്റാരിപ്പറമ്പിലെ ഭാഗം തന്നെയാണ്. ഇവിടെയുള്ള നിലവിലുള്ള കുട്ടികൾക്കും ഇനി വരുന്നവർക്കും ഒക്കെ നല്ല രീതിയിൽ ട്രെയിനിങ് കിട്ടി. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ സമൂഹത്തിൽ മറ്റു ദുഷ്പ്രവണതകളൊന്നും മക്കൾ പോവാതെ അവർക്ക് നല്ല ഒരു ജീവിത സാഹചര്യം ഉണ്ടാക്കാൻ ഈ കരാട്ടെ എന്ന് പറയുന്ന ഒരു ഭാഗമായി മാറാൻ സാധിക്കട്ടെ. അതിന് നേതൃത്വം നൽകുന്ന ഇതിന്റെ സംഘാടകർ, അതോടൊപ്പം തന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റു നാട്ടുകാർ, പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് തന്നെ ഇതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള കുട്ടികളെ ആയോധന കലകളായിട്ടുള്ള കരാട്ടെ, അതുപോലെ കളരിപ്പയറ്റ്, മറ്റു സ്പോർട്സ് വിഭാഗങ്ങളിലൊക്കെ കുട്ടികൾക്ക് കൂടുതൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള പദ്ധതികൾ എടുത്ത് നടപ്പാക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ ഒരു സ്കൂളിൽ കൂടി തുടർന്ന് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ അത്തരത്തിൽ ട്രെയിനിങ് കിട്ടുന്ന കുട്ടികൾക്ക് തുടർന്ന് അങ്ങോട്ട് കൂടുതൽ കാര്യങ്ങൾ കിട്ടിയവർക്ക് ജീവിതത്തിൽ വളർന്നു വരാനുള്ള സാഹചര്യം ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഇനി ചടങ്ങിലേക്ക് ക്ഷണിച്ചതുകൊണ്ട് എല്ലാവർക്കും ഇവിടെ ഇതിനകത്ത് പറഞ്ഞതുപോലെ കലോത്സവത്തിൽ സമ്മാനം നേടിയ എല്ലാ വിദ്യാർത്ഥികളെയും അനുമോദിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. കരാട്ടെ സ്കൂൾ ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട കണ്ണൂർ എസ്.എച്ച്.ഒ ശ്രീ കെ വി ഉമേഷ്, സ്വാഗതം പറഞ്ഞ ചീഫ് ഇൻസ്പെക്ടർ ശ്രീ സുമേഷ് ചടേറ്റ്. അടുത്തതായി ഈ ജനുവരി 24, 25, 26 തീയതികളിൽ തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ അംഗീകാരത്തോട് നടത്തിയ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ബ്രോൺസ് മെഡലും സിൽവർ മെഡലും ഗോൾഡ് മെഡലും നേടിയ കുട്ടികളെ അനുമോദിക്കലാണ്. അതിന് മുഴുവൻ കുട്ടികളും ഈ സ്റ്റേജിന്റെ സൈഡിൽ വന്ന് നിൽക്കേണ്ടതാണ്. നമ്മുടെയൊക്കെ അഭിമാനം, കണ്ണൂർ ജില്ലയുടെ അഭിമാനം അബയ്ക്ക് സംസ്ഥാന കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ നമ്മളെ ക്ലബിന് ഈ വർഷം ആദ്യ ഗോൾഡ് മെഡൽ. ഒരു ബിഗ് നമ്മളെ കൃത്യം അടിച്ചുകൊണ്ടാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. കാരണം 14 28 കുട്ടികളുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു മെഡൽ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ അബിയെ ക്ഷണിക്കുകയാണ്. ഉമേഷ് സാറ് അബിക്കുള്ള മമ്മനെ കൊടുക്കുന്നു. ഒരു ബിഗ് എല്ലാവരും കാട്ടി അബി. താങ്ക് യു അമൃത. അമൃത സ്പോർട്സ് കോട്ടയിൽ താങ്ക് യു. ബിഗ് പ്ലീസ്. വർഷം കണ്ടിന്യൂ ഗോൾഡ് മെഡൽ മഹാരാജാസ് യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പിൽ ബിഗ് ഗ്രാൻഡ് എന്ന സ്റ്റുഡന്റ്, അതുപോലെ തന്നെ അച്ഛൻ സ്റ്റുഡന്റ് ആണ്. താങ്ക് യു മുരളീധരൻ. ഈ വേദിയിൽ വെച്ച് 3 പേരും ഒരു അപൂർവ 2025 ഒരു അപൂർവ നിമിഷമാണ്. ഇന്നത്തെ എല്ലാ മനോരമ പത്രത്തിലും ഇവരുടെയൊക്കെ ഫോട്ടോ വന്നിട്ടുണ്ട്. കൺഗ്രാജുലേഷൻ. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മുന്നോട്ടേക്ക് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പറഞ്ഞതാണ് എല്ലാ മേഖലയിലും ഓടിയെത്തി എല്ലാ കുട്ടികളെ സഹായിക്കുന്ന, പേരൻസിനെ സഹായിക്കുന്ന ഒരു കൺഗ്രാജുലേഷൻ ഷാബി. കൺഗ്രാജുലേഷൻ അഭിഷേക്. എല്ലാവിധ ആശംസകളും. കരാട്ടെ കൂടെ സ്പോർട്സ് കോട്ടയിൽ വന്ന ആളാണ്. താങ്ക് യു. കൺഗ്രാജുലേഷൻ രാഹുൽ. താങ്ക് യു. കൺഗ്രാജുലേഷൻ ഡിയാന. ഓക്കെ, അവിടെ നോക്കുക. താങ്ക് യു. സഹദ് മുന്നോട്ട് വരിക. സഹദ് അദ്വൈത് നല്ലൊരു കുട്ടിപ്പെടാറാണ്. ഒരു നല്ല ബിഗ് സപ്പോർട്ട്. എല്ലാവരും നമ്മളെല്ലാ സ്റ്റുഡൻസ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്.
ശ്രീ ബാന്ധവകൾ, ഒപ്പം തന്നെ സ്വാഗതമാർത്തിട്ടുള്ള ശ്രീ ഉമേഷ് ചടയത്ത്, അധ്യക്ഷൻ ശ്രീ രഞ്ജിത്ത് തന്നെ, വേദിയിലുള്ള മറ്റ് പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, അതോടൊപ്പം തന്നെ മെഡൽ ജേതാക്കളെ, യോഗാധ്യക്ഷൻ, സ്വാഗത പ്രസംഗം നൽകിയ കണ്ണൂർ ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, ഇതിൻ്റെ ഇൻസ്പെക്ടറായ ബഹുമാനപ്പെട്ട സുമേഷ് ചടിയത്ത്, ഷാഫി, ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് വാലേട്ടൻ, വാർഡ് മെമ്പർ ശ്രീധരാട്ടൻ, മറ്റ് വേദിയിലുള്ള സ്റ്റേജിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലുള്ള സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, ജപ്പാൻ കലയായ ആയോധന കലയായ കരാട്ടെ പണ്ട് നമ്മുടെ ചെറുപ്പകാലത്ത് പ്രചാരത്തിൽ വന്നത് എൻ്റർ ദ ഡ്രാഗൺ എന്ന സിനിമയോടുകൂടി ബ്രൂസ്ലിയുടെ ഒരു വരവോടുകൂടിയാണ് ഈ കരാട്ടയ്ക്ക് പേരും പ്രശസ്തിയും ലോകം ആകമാനം ഉണ്ടായത്. അതിനുശേഷം ജാക്കി ചാൻ എന്നിവരൊക്കെ വന്നു. സ്വയം പ്രതിരോധമല്ലാതെ സ്വയം വ്യക്തിത്വ വികാസത്തിന് കൂടിയാണ് ഈ കരാട്ടെ പരിശീലനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ മഹത്തായ ചടങ്ങിൻ്റെ അധ്യക്ഷൻ സ്വാഗതം പറഞ്ഞ ശ്രീ സുമേഷ് ചടയത്ത്, ഉദ്ഘാടനം നിർവഹിച്ച കണ്ണൂർ SHO ശ്രീ സുമേഷ് സാർ, വിശിഷ്ടാതിഥിയായ ശ്രീ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിട്ടുള്ള ശ്രീ ബി ബാലേട്ടൻ, അതുപോലെ തന്നെ വാർഡ് മെമ്പർ KV ശ്രീരാട്ടൻ, മറ്റു രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, മറ്റു കോച്ചുമാരെ, ഇത്തരം സംരംഭങ്ങൾ നമ്മുടെ നാട്ടിൽ പുറത്തുകൊടുക്കുമ്പോൾ നമ്മുടെ യുവതലമുറ വളരെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. പല രക്ഷിതാക്കളും വളരെ ദൂരത്തിൽ അയച്ചിട്ടാണ് ഇപ്പോൾ കരാട്ടയും അതുപോലെയുള്ള കുംഫു മറ്റു കാര്യങ്ങളൊക്കെ കുട്ടികളെ അഭ്യസിക്കുന്നത്. പല രക്ഷിതാക്കൾക്കും കുട്ടികളെ പഠിപ്പിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിലും ദൂരെ പോകേണ്ട വിഷമം കൊണ്ട് അത് നടക്കാതെ പോവുകയാണ്. ഒരു സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് കരാട്ടയ്ക്ക് പേരൻസ് കൊണ്ടുപോയി നമ്മൾ ക്ലാസ്സിലേക്ക് ചേർക്കുന്നത്. പക്ഷേ അത് കരാട്ട ഇപ്പോൾ ഒരു മത്സര ഇനമാണ്. ഇത് മത്സര ഇനമായിട്ടാണ് കുട്ടികൾ കാണുന്നത്. അതൊരു മത്സര രീതി. അതിന് അവർക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ട്. ഈ കാലഘട്ടത്തിൽ നല്ല ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രേസ് മാർക്ക് ഉണ്ട്. SLCക്ക് ഗ്രേസ് മാർക്ക്, +2ന് SLCക്ക് സ്പോർട്സ് കോട്ട അഡ്മിഷൻ ഉണ്ട്, +2ലേക്ക് യൂണിവേഴ്സിറ്റിയിൽ സ്പോർട്സ് കോട്ട അഡ്മിഷൻ ഉണ്ട്, ജോബിന് അതേപോലെ തന്നെ സ്പോർട്സ് കോട്ട അഡ്മിഷൻ ഉണ്ട്. എല്ലാത്തിലും കരാട്ടയ്ക്ക് നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്ന അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് നമുക്ക് ഈ കാലഘട്ടത്തിലെ കുട്ടികൾക്കുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സാറ് പറഞ്ഞ പോലെ, SI സാർ പറഞ്ഞ പോലെ, നമ്മളിങ്ങനെയുള്ള ആയോധന കലകൾ പഠിക്കുമ്പോൾ ഇപ്പൊ പൊതുവിടങ്ങളിൽ നേരിടുന്ന വെല്ലുവിളി എന്താന്ന് പറഞ്ഞാൽ ലഹരിക്ക് അടിമപ്പെട്ടു പോകുക എന്നുള്ളൊരു വലിയൊരു വെല്ലുവിളിയാണ്. ഇങ്ങനെയുള്ള ആയോധന കലകളിൽ നമ്മൾ പരിശീലിക്കുന്നതോടെ നമ്മുടെ ലഹരി ഈ കരാട്ടെ പോലുള്ള ആയോധന കലയായി മാറും. അതേപോലെ ഫോണിൽ അടിമപ്പെട്ടു പോകുന്ന അലസന്മാരായി തീരുന്നത് അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഈ കരാട്ടയിലേക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടികളിൽ ഒരുപാട് മാറ്റങ്ങൾ കാണുന്നുണ്ട്. നമസ്കാരം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയ രക്ഷിതാക്കളെ, കരാട്ടയുടെ ഡാൻസിന്റെയും കുട്ടികളെ, എനിക്ക് എന്താ പറയുന്നതെന്നറിയില്ല. നമ്മളിപ്പോ ഇവരോട് കൂടെ ഇങ്ങോട്ട് മാറിയിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഉള്ള കഴിവിനെ, ഇപ്പം നമ്മളുടെ കുട്ടികൾക്കൊക്കെ ഡാൻസ് ആണെങ്കിലും കരാട്ടെ ആണെങ്കിലും ഏത് കായികപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അത് നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പം നമുക്ക് കിട്ടുന്നുണ്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവരവർക്ക് ഏതാണോ തോന്നുന്നത് അത് പഠിക്കാനുള്ള സാഹചര്യം ഇപ്പോൾ ഉള്ളതുകൊണ്ട് നന്നായി പഠിക്കാം. എനിക്ക് പറയാനുള്ള, ഇപ്പം സാറൊക്കെ പറഞ്ഞതുപോലെ ഒരുവിധം നമ്മൾ ഇങ്ങനത്തെ ആക്ടിവിറ്റിയിൽ കുട്ടികളെ എൻഗേജ് ആക്കി കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ ഈ ലഹരി, പിന്നെ ഫോണിന്റെ ഉപയോഗം, അങ്ങനത്തെ ഒക്കെ ഒരുപാട് നമുക്കത് തടയാൻ പറ്റും. ഉദ്ഘാടകൻ ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, കണ്ണൂർ പോലീസ് സ്റ്റേഷൻ ഉമേഷ് KV, അതുപോലെ തന്നെ സ്വാഗത ഭാഷകൻ ചീഫ് ഇൻസ്പെക്ടർ APKS, എൻ്റെ വലിയ ഗുരുവുമായ സുമേഷ് ചടിയത്ത്, വിശിഷ്ട
അതിഥികൾ, നമ്മുടെ പ്രസിഡന്റ് ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലൻ, ഷെരീദ് ഉപാധ്യം, അഷ്റഫ് ഹാജി, ബിജു ബി, വിജയൻ എൻ, അതുപോലെ തന്നെ മറ്റ് വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, വളരെ സ്പഷ്ടവും വ്യക്തവുമായി കരാട്ടയെ കുറിച്ച്, അലൻതിലക് കരാട്ടയെ കുറിച്ചും കരാട്ടയുടെ പ്രത്യേകതകളെ കുറിച്ചും അതിന്റെ ബെനിഫിറ്റുകളെ കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയി നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമസ്കാരമുണ്ട്. എൻ്റെ പേര് രജീഷ്. കുറേ വർഷമായി ഇവിടെ കട കട അപ്പുറത്തായിരുന്നു. ഇപ്പോൾ ഇങ്ങോട്ട് മാറിയിട്ട് ഒരാഴ്ചയായില്ല അല്ലേ? കരാട്ടെ ക്ലാസ് ഒരാഴ്ച കരാട്ടെ ക്ലാസ് ആദ്യം ബാങ്ക് ഉദ്ഘാടനം ചെയ്തു. കോംപ്ലക്സ് പുതിയ കോംപ്ലക്സ്. എന്തായാലും എല്ലാവിധ ആശംസകൾ നേരുന്നു. കച്ചവടം വളരെ നന്നായിട്ട് നടക്കട്ടെ. അപ്പോൾ ഇതുപോലെ തന്നെ അടുത്ത ഒരുപാട് കടയും ഉണ്ടായിത്തീരട്ടെ. അദ്ദേഹത്തിൻ്റെ ബേക്കറിയാണിത്. ഈ ബേക്കറി മാത്രമല്ല, ചായ, കാപ്പി അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ കരാട്ടയും ഡാൻസ് സ്കൂളും ബേക്കറിയും എല്ലാം ആയിട്ട് നന്നായിട്ട് പോട്ടെ, നല്ല കച്ചവടം ഉണ്ടാകട്ടെ. അലൻതിലക് കരാട്ടെ സ്കൂളിൻ്റെ 3ാമത്തെ ബ്രാഞ്ച് ഉദ്ഘാടനം ഇപ്പം കഴിഞ്ഞു. ഈ ഒരു ബിൽഡിങ്ങിലാണ്. അപ്പോൾ ഇവിടുന്ന് മുകളിൽ കാണുന്നില്ല. കരാട്ടെ സ്കൂള് ഇതിൻ്റെ 3ാമത്തെ നിലയിലാണ്. അതാണ് നമ്മൾ ഈ ഉദ്ഘാടനമാണ് നമ്മളിപ്പം കണ്ടത്. എന്തായാലും എല്ലാവിധ ആശംസകളും എൻ്റെയും വക നേരുന്നു. ഇന്നത്തെ കാലത്ത് എല്ലാവരും കരാട്ടെ അഭ്യസിക്കേണ്ട അത്യാവശ്യമാണ്. പ്രത്യേകിച്ചിട്ട് പെൺകുട്ടികൾക്ക് നേരെ വരുന്ന അക്രമങ്ങൾക്ക് തടയിടാൻ ഇതുവരെ ഒരു സംവിധാനം വന്നിട്ടില്ല. തീർച്ചയായിട്ടും കരാട്ടയിലൂടെ കുട്ടികൾ തന്നെ സ്വയരക്ഷ നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നല്ലത് തന്നെ വന്ന് സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.